ഗുഡ് മോർണിംഗ് മേറ്റ്സ്. അപ്പോൾ ഇന്നലെ നൈസായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ പുതപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കാറ്. നല്ല തണുപ്പുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 12 വരെ ഇന്നലെ കിടന്ന് ഉറങ്ങിയപ്പോൾ. ഫുള്ള് മിസ്റ്റാണ്. ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ആ വഴി അങ്ങനെ പോയിട്ട് അങ്ങോട്ട് ഒരു മല ഇങ്ങനെ കയറി. ഇവിടെയായിരുന്നു ഫുള്ള് മിസ്റ്റ് പിടിച്ചേക്കാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ വെൽക്കം ടു ഡേ 2 ഓഫ് സെൽഫ് ഡിസ്കവറി. സുധാർജി ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം വലിയ കുഴപ്പമുണ്ടായില്ല. ഒരു പന്നി മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ വലിയ കുഴപ്പമുണ്ട്, ശല്യമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. ഫ്രീസിങ് കോൾഡ്. ഞാൻ ചായ ഇടാൻ മേടിച്ചു. അപ്പോൾ അതിനുള്ള ചെറിയ സാധനങ്ങൾ കിട്ടും. എൻ്റെ സ്റ്റാൻഡ്, ബ്രസ്സി കിച്ചൺ സ്റ്റാൻഡ്. ശ്രവണം വയ്ക്കണം. ബാക്കി വൈപ്പർ അടിച്ചോട്ടെ. പോയില്ല, പുള്ളിന്ന് തുടക്കണം. സെറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഹിൽ സ്റ്റേഷനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഈ മാപ്പ് ഓണാക്കിയിട്ടേ ട്രാവൽ ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം വലിയ വലിയ വളവുകളും കയറ്റം ഇറക്കമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആ മാപ്പിൽ കാണാൻ പറ്റും, എത്രമാത്രം വലിയ വളവാണ്, അപ്പോൾ ഓട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓണം കഴുകി പൈൻ ഫോറസ്റ്റിൻ്റെ ഇത് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ പൈൻ ഫോറസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നത് വെച്ചു. നല്ല അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. ഇവിടേക്ക് എൻട്രി ഒക്കെ എപ്പോഴാണ് നോക്കട്ടെ. ഈ പൈൻ ഫോറസ്റ്റ് ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ ഉണ്ടല്ലോ, എല്ലായിടത്തും നല്ല ഒരു മെയിൻ അട്രാക്ഷൻ അത്. ഓ, നൈസ് സ്പോട്ട് കേട്ടോ, അടിപൊളി സ്പോട്ട്. ഇതുപോലത്തെ സ്പോട്ട് ഞാൻ വണ്ടി ഇടാൻ ഉദ്ദേശിക്കണേ. ഇതുപോലത്തെ ഒന്ന് രണ്ട് സ്പോട്ടിലുണ്ട്, ഒന്നിനാണ് ഇഷ്ടംപോലെ സ്പോട്ടുണ്ട്. പക്ഷേ അത് എവിടേക്കാണ് തപ്പിപ്പിടിക്കണം. ഇവിടെ കണ്ടിട്ടാണ് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, കയറാൻ അത്യാവശ്യം ടാസ്ക് കേട്ടോ. ഇറങ്ങാൻ സുഖമായിരുന്നു, കയറാൻ നല്ല ടാസ്കാ. എൻ്റെ അമ്മേ, അയ്യോ. ഞാനത് തിരിച്ച് പോവാണ്. എനിക്ക് ഊട്ടിയിലേക്ക് പോകണം. ഊട്ടിയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ടിഷ്യൂ പേപ്പർ, മോയ്സ്ചറൈസർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോയ് ട്രെയിൻ എനിക്ക് ലൗഡേലി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിൽ നിന്നാണ്. 2 മണിക്കാണ് ടൈമുണ്ട്. പക്ഷേ അതിന് മുന്നേ അവിടെ പോയി സ്റ്റേ ചെയ്യാനുള്ള, വണ്ടി ഇടാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കിതക്കണം. അയ്യോ, ഞാനിപ്പോൾ ഒന്ന് ഫ്രഷായി. ഇവിടെ ഒരു മോഡീസ് ബേക്കറി എന്ന് പറയുന്ന ബേക്കറി ഉണ്ട്, അത്യാവശ്യം ഫേമസ് ആണ് ഹോട്ട് ചോക്ലേറ്റിന്. അപ്പോൾ അതോരം കഴിക്കാമെന്ന് വെച്ചാൽ ഫ്രഷപ്പായി. ഇങ്ങനെയുണ്ട്, ജസ്റ്റ് 5 മിനിറ്റ്സിൽ ഫ്രഷപ്പ് ചെയ്താണ്. ഫേമസ് ആണ് ഇവിടുത്തെ കേക്കും പിന്നെ ഹോട്ട് ചോക്ലേറ്റും. അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏതാ കഴിക്കണം നോക്കട്ടെ.
ഇതാണ് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ്. മോഡീസ് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കുറേ റിവ്യൂ കണ്ടായിരുന്നു. വീട്ടിൽ വരുമ്പോൾ മോഡീസിലെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യണമെന്ന്. സോ ലെറ്റ്സ് ട്രൈ. അടിപൊളി വ്യൂ. ഊട്ടി ടൗണതല്ല എന്തായാലും. ഊട്ടി ടൗൺ കാരണം നമ്മൾ ആ വഴിയാണ് വന്നത്. അപ്പുറേക്കാണ് ഊട്ടി ടൗണൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് വേറെ ഏതൊരു സ്ഥലമാണ്. ഇത് അത്യാവശ്യം നല്ല ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. ലോറൻസ് സ്കൂൾ ലവിഡാലി. ഓ അടിപൊളി സ്കൂൾ. ഒരു സാധനത്തിനെ കണ്ട് ഞാൻ കാണിച്ചിട്ടോ എൻ്റെ ക്യാമറയിൽ. അത് ഓടിപ്പോയി. പക്ഷേ ഒരു മാൻ ഇന്നുണ്ടല്ലോ അവിടെ. ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നേരെ ട്രെയിൻ വരും, ഇങ്ങോട്ടേക്ക് പോകും. ഇവിടേക്ക് ഒരുപാട് കാണാനുണ്ട്. നമുക്കെങ്കിലും ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് പോകും. ആണ് ഈ സ്റ്റേഷന് ബ്യൂട്ടി. അങ്ങോട്ടേക്കൊക്കെ നടന്നാൽ അവിടേക്ക് ഒരു കേവ് ഉണ്ട്. അത് ഇവിടെയാണോ അപ്പുറമാണോ നല്ലൊരു കേവ് ഉണ്ട് അവിടെ. ഞാനിപ്പോൾ ആലോചിച്ചത് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിരുന്നില്ലേ. ഒരു ലോഡ് കപ്പിൾസ് ഉണ്ട്. കോപ്പുകൾ എങ്ങനെ നോക്കിയാലും കപ്പിൾസാണ്. കുറേ പൂക്കി ഷോട്ടും കുറേ. പൂച്ച സാർ അപ്പോൾ സച്ചൂട്ടാണ് ഇപ്പോൾ അതിനടുത്ത് കയ്യിലെടുത്തുകൊണ്ട് പോയത്. സീനിക് റെയിൽവേ ട്രാക്ക്. ഇവിടെ കൂടെ ആഴ്ചയിൽ ഒരു ദിവസം 4 ട്രെയിൻ സർവീസ് ഉള്ളത്. അതിൽ ഒരെണ്ണം മാത്രം ലൗഡേലിൽ നിന്ന് കൂണൂർക്ക്. ബാക്കി 3 എണ്ണം മേട്ടുപ്പാളയം റൂട്ടാണ്. ഭയങ്കര സീനിക് റൂട്ട്. അത് ഓൾമോസ്റ്റ് 3 hours 40 minutes ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ടിക്കറ്റ്സൊക്കെ 3 മാസം മുന്നേ ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. സീസൺ സമയത്തിട്ടോ, പ്രത്യേകിച്ച് വീക്കെൻഡിൽ തീർന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഈ പറഞ്ഞ പോലെ ഇത് ബുക്ക് ചെയ്തു. ഇവിടുത്തെ ബുക്ക് ചെയ്തു. നല്ല അക്കൗണ്ട്. ഹലോ, ഹാപ്പി ആൻറ്റി വാലന്റൈൻസ് ഡേ ഫോക്സ്. 4 ടോയ് ട്രെയിനാണ് ഇന്ത്യയിലുള്ളതെന്ന്. അതിൽ ഓരോ ഷിംലയിലാണ്, പിന്നെ ഡാർജിലിംഗും മദീറിനും ഊട്ടിയിലും. ഇതിൻ്റെ ഫുള്ള് നീലഗിരി ഹിൽസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വ്യൂവും കിട്ടും. നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ഇവിടെ ഊട്ടിയിലെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് യുനെസ്കോ ഹെറിറ്റേജ് ആയിട്ട് പ്രഖ്യാപിച്ചതിനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ലിമിറ്റഡ് ട്രെയിൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വംശനാശം നിർന്നതിനാണ്. ലൗഡേൽ ടു മേട്ടുപ്പാളയാണെങ്കിൽ ഒരു 3 മാസം 2 മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്യേണ്ടി വരും. അത്ര ബുക്കിംഗ് അതിനുള്ളത്. മറ്റേതാണെങ്കിൽ ഇവിടെ വന്നാലും കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ ബുക്കും ചെയ്യാൻ പറ്റും. ഈ ട്രാക്കിൻ്റെ ലെങ്ത്ത് 42-46 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് ഉള്ളത്. അപ്പോൾ മേട്ടുപ്പാളയം വരെയായിരിക്കും. ഇത് തുടങ്ങണ എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്നുണ്ട്. അപ്പോൾ തുടങ്ങി ഇങ്ങനെ മേട്ടുപ്പാളയം ബാക്കിലേക്കാണ്. ലൗഡേൽ സ്റ്റേഷൻ അവിടെയാണ്. ട്രെയിൻ വണ്ടി. Wow. Nice. Appo. ഇത്ര ഉള്ളൂ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ്, പക്ഷേ നീറ്റ് സ്റ്റേഷനാട്ടോ. ചെറിയൊരു ടാസ്ക് കിട്ടി. എൻ്റെ ട്രെയിൻ വിട്ടുപോയി. ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ട്രെയിൻ വന്നു. ഓടി നമ്മളേക്കും ട്രെയിൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഒരു വഴി നേരെ കൂണൂർക്ക് പോവാം. കൂണൂർ തിരിച്ച് വരുമ്പോൾ ഈ ട്രെയിനിൽ വരാം. ടിക്കറ്റ് ഉണ്ടല്ലോ. അയ്യോ, ഞാൻ ഓടിയായിരുന്നു. ലെറ്റ്സ് ഗോ. ട്രെയിനിൽ പോകണ്ട, ഞാൻ ബസ്സിൽ പോകണം. ഞാൻ വിചാരിക്കുന്ന ബസ്സിൽ നേരെ കൂണൂർ എത്തിയിട്ട് കൂണൂർ തിരിച്ച് ട്രെയിനിൽ വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് ബസ് പിടിച്ചു. കൂണൂർക്കുള്ള ബസ്. എപ്പോഴാണ് അവിടെ എത്തണേ. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയി. സോ ഗായ്സ്, എത്തിയത് അതാണ് സ്റ്റേഷൻ. അവിടേക്ക് പോണതേ ആ ട്രെയിനാണ് വന്നേ. ഓടിപ്പോയി വർമ്മ, ഓട് വേഗം ഓട്. ഈ ഷോയെ ഇവിടുത്തെ ട്രെയിൻ പോലെ
ഇതാണോ ട്രെയിൻ? കുറേ ഫോട്ടോഷൂട്ടൊക്കെ കിടക്കുന്നുണ്ട്. ട്രെയിനാണോ? തിരക്കുള്ള സ്റ്റേഷനാണ്. ഇനി അവിടെ ഇപ്പോൾ അന്വേഷിക്കുന്നത് എനിക്ക് തോന്നണ പണി പാളി. ഇതിനും ക്യൂ ഉണ്ട്. ക്യൂവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടിക്കറ്റ് വൺ സൈഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മിക്കവാറും ബുക്ക് ചെയ്യേണ്ടി വരും ഇവിടെ നിന്ന്. ട്രെയിൻ അത്യാവശ്യം ഫുൾ ആൾക്കാരുണ്ട്. ടിക്കറ്റ് കിട്ടാവോ? നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചേനലിൽ എടുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഇവിടെ പുറകെ പോയി നിൽക്കാൻ കിട്ടുമോ നോക്കട്ടെ. ശരിയാണ്, താങ്ക് യു. ഓ കിട്ടി കിട്ടി, ലാസ്റ്റ് ടിക്കറ്റ്. ഇവിടുത്തെ ലാസ്റ്റ് ടിക്കറ്റ്. ട്രെയിനിൽ കയറാൻ പറ്റി. യെസ്, എവിടെയാണോ കയറേണ്ടത്? എക്സ്ക്യൂസ് മീ, താങ്ക് യു. ജനറലെങ്കിൽ ജനറൽ. എനിക്ക് ടിക്കറ്റ് കിട്ടിയത് തീർന്നു. ഫുൾ ടിക്കറ്റ് തീർന്നു. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ ചെക്ക് ചെയ്തിട്ട് 3 ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഫുള്ള് ആൾക്ക് 2 എനിക്ക് പറഞ്ഞു. എൻ്റെ കിട്ടിയത് തീർന്നു. ലാസ്റ്റ് ടിക്കറ്റും കിട്ടി, അത് തീർന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ട്രെയിൻ മിസ്സായി. ഈ സാധനം മിസ്സായി ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഭാഗ്യം ജനറൽ കിട്ടി. താങ്ക് ഗോഡ്. ഒരു ഫ്രണ്ട് ഒരു ഫോറിനർ ഇരിക്കുന്നത്, അതിന് തൊട്ട റെഡ് കളർ പുള്ളിയുണ്ട്. ആ പുള്ളി ശരിക്കും ശരിയാണ്. പക്ഷേ നമ്മളൊരു ടിക്കറ്റ് വരും. പുള്ളിക്ക് 2 ഉള്ളൂ, ഒരാൾ 4 എടുക്കാം. പുള്ളി എന്തൊരു സമ്മതിക്കണം. ഞാൻ കുറേ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ അങ്ങനെ എന്തൊരു പുള്ളി സമ്മതിച്ചില്ല. ഒറ്റ ടിക്കറ്റ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറയാം, അങ്ങനെ ആലോചിക്കും ഒരു ടിക്കറ്റിൽ മിസ്സായി കഴിഞ്ഞാൽ വിഷമമാണെന്ന് ഇങ്ങനെ ആലോചിക്കാറ്. ഒറ്റ ടിക്കറ്റ് ഉണ്ട്. ഒരു 4 പറഞ്ഞാൽ ശരിയാണ്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്. ഒറ്റ ഓർമ്മയുള്ളൂ. പക്ഷേ പുള്ളി ചെയ്തെന്നില്ല. ഇത് 1897 എന്തോരം പഴക്കം നോക്കി. 1997 ഇപ്പോൾ നിർത്തിയത്. ഇതിൻ്റെ ലോക്കോ ഡീസലാണ്. ഇതിൻ്റെയും ഡീസലാണ്. നേരത്തെ അത് പോയി. അത് സ്റ്റീം എഞ്ചിനായിരുന്നു നേരത്തെ ഓർമ്മ പോയത്. കണ്ടോ, ആ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് സ്റ്റീം എഞ്ചിൻ. ഇങ്ങനത്തെ ഏകദേശം അങ്ങേയറ്റം വരെയും 246 സംതിങ് ബ്രിഡ്ജും 206 26 എന്നറിയില്ല വളവുകളുണ്ട്. പിന്നെ 16 ടണൽ. അത് ഊട്ടി ടു മേട്ടുപ്പാളയം റൂട്ടിലുണ്ടോ. ഇതിനകത്ത് അത്ര ഇല്ല. എൻ്റെ ട്രാക്കിൽ വെക്കുന്ന പ്ലേറ്റുകളാണെന്ന് തോന്നുന്നു. അത് ട്രെയിനിൽ വെക്കുന്ന പ്ലേറ്റുകളാണോ? കാട്ടുപോത്ത് വട്ടം ചാടിയെന്നാണ് പറഞ്ഞത്. കാട്ടുപോത്ത് എവിടെയാ പോയാ? ബൈസൺ ഗായ്. പറയും കൂടി പറഞ്ഞ വട്ടം ചാടി. ഒരു ബൈസൺ അപ്പുറം വട്ടം ചാടി. അവിടെ കാണുന്നുണ്ട് കാട്ടിലൂടെ. ഇഷ്ടംപോലെ എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഫുള്ള് കഥയായിരുന്നു. ലൗഡൂർ സ്റ്റേഷൻ്റെ മുന്നിൽ വീഡിയോ എഡിറ്റ് 2:30 ട്രെയിൻ. അത് 2:10 ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ ട്രെയിൻ. ഞാൻ എന്നിട്ട് പിന്നെ ഇറങ്ങി ഓടി കിട്ടിയില്ല. വണ്ടി ഇവിടെ ഈ ജംഗ്ഷനിൽ ഇട്ടിട്ട് പാർക്ക് ചെയ്ത് നേരെ ബസ് കയറി കൂണൂർക്ക് പോയി. ഒരു 10 മിനിറ്റ് കൂണൂർ എത്തി. അവിടെയും ട്രെയിൻ അവിടെ 4 മണിക്കാണ് തിരിച്ചു പോയത്. ഞാൻ 3:15 എത്തി. പക്ഷേ ആ ടിക്കറ്റിൽ റിട്ടേൺ ഇല്ല. മനുഷ്യരെ മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഞാൻ അവിടെ നിന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ജനപ്രളയ ക്യൂ. എന്താണെന്ന് വെച്ചാൽ ക്യൂല് കിട്ടില്ലാണ്ട് ഞാൻ പിന്നെ നൈസായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരാളോട് ചോദിച്ച് 4 ഒരാൾക്ക് കൊടുക്കുള്ളൂ. പുള്ളി ഒരു 5 കിട്ടാൻ എടുക്കാമെന്ന് പറഞ്ഞു. ചില സ്റ്റാഫിൻ്റെ ടിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞിട്ട് 3 ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിലും പുറത്ത് ഞാനും. അവർ 2 പറഞ്ഞു. ബാക്കി ഒറ്റ ടിക്കറ്റ് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ വേഗം എനിക്ക് തന്നു 100 തന്നു 80 രൂപ ഉണ്ടായിരുന്നു. വേഗം എടുത്ത്
ഓടി കയറി അവിടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങടേക്ക് ഒരു 2.5-3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വരും? കുറേ നേരം അവിടെ നോക്കി ഒരു പിക്കപ്പ് വാനിലൊരു ചേട്ടൻ വേറെ കൈ കാണിച്ചു. അപ്പോൾ നിർത്തി. വേറെ എങ്ങനെ പോകണം? ഞാൻ പറഞ്ഞാൽ ജംഗ്ഷൻ വരെ ആക്കുമെന്ന് വെച്ചു. അപ്പോൾ പുള്ളി ഒരു ഒന്ന് കഥയൊക്കെ പറഞ്ഞ് മഹീന്ദ്രും മുഹമ്മദ് എന്ന ഒരാളാണ്. അപ്പോൾ സ്റ്റൈലെടുത്ത് എസ്റ്റേറ്റിലേക്ക് പോകണം. അപ്പോൾ ഒന്നര എന്നെ ഒരു ഡ്രോപ്പ് ചെയ്തത്. ഇപ്പം സമയം കറക്റ്റ് 5:15. ഞാൻ പ്ലാൻ ചെയ്യണം നേരെ കൂണൂർക്ക് പോയിട്ട് ഇന്ന് കൂണൂർ എന്നുകൊണ്ട് ഫുഡ് സ്പോർട്സ് ഉണ്ട്, അതൊക്കെ മിസ്സായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഐറ്റം ഇത്ര സ്പെഷ്യൽ ഉണ്ട്, പക്ഷെ അത് ഞാനിങ്ങനെ ഒരു വെറൈറ്റി ഒരു ഡിഷ് അത് നെയ്മി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഹറിപ്പറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് ആവില്ല. കാരണം ഇവിടെ ലൈറ്റ് പെട്ടെന്ന് പോയി തുടങ്ങി. ഞാനേ ഇപ്പോൾ ഉള്ളത് അരുവൻകാടും അങ്ങനത്തെ ഒരു സ്ഥലം കൂണൂർക്ക് പോകണോടിക്കുക. ഇവിടെ ചെറിയ കാഴ്ച ഉണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. എന്താണെന്നല്ലേ കാണിച്ചു തരാം. നമ്മുടെ ഐറ്റം, നമ്മുടെ സ്റ്റാൻഡ്, ബ്ലസ്സിയുടെ സ്റ്റാൻഡ്. ഏത് കടാന്നറിയാൻ പാടില്ല, പക്ഷെ ഒന്ന് ചോദിച്ചു കൊടുത്ത് അങ്ങനെ സപ്ലൈ ആണ്. ബ്ലസ്സി ചെയറും നമ്മുടെ തന്നെ ചെയറാണ്. ഈ കടയാണ് കട. ஒரு 10-20 மாடல் இருக்கு இந்த மாதிரி. யாரு இங்க சப்ளை பண்ணது தெரியல. അപ്പൊ ഇതാണ് കട വരെ. ഞാൻ പോണ വഴിക്ക് കണ്ടാണ്. വ്യൂ പോയിന്റ് കണ്ടു. നമ്മള് അവിടെ നിന്നാട്ടോ തന്നെ. ഈ മലയുടെ അപ്പുറം ആ വണ്ടി ഉണ്ടോ, അതിന്റെ അപ്പുറം ഊട്ടി ഇതൊക്കെ തന്നെ. ഓ